കരിയാട് അവിടെ അംഗനവാടിയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പോൾ അംഗനവാടിയുടെ ഉദ്ഘാടനത്തിൽ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ മുൻകൂട്ടി ഇത് അറിഞ്ഞില്ല ഇങ്ങനത്തെ സംഗതികളൊന്നും. ചെല്ലുമ്പോൾ കുറേ ആളുകൾ പ്ലക്കാർഡും ഇതൊക്കെ എടുത്തിട്ട് റോഡ് ബ്ലോക്കായിട്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് പ്രശ്നം ഉണ്ടാക്കേണ്ട, തിരിച്ചിങ്ങോട്ട് പോന്നു. തിരിച്ചു പോന്ന് ഞാൻ അതിൻ്റെ അടുത്ത് ഒരു കടയിലെത്തി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ കൗൺസിലറുണ്ട്, MTK ബാബു, ഞങ്ങളെ ഇതിൽപ്പെട്ട. അപ്പോൾ MTK ബാബുവിനെ കണ്ട് ബാബുവായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ബാബു പറഞ്ഞു, നിങ്ങൾ എന്തായാലും പറഞ്ഞ ഉദ്ഘാടനം നിങ്ങൾ പോയി കളറ് പറഞ്ഞു. ഞാൻ പിന്നെ വേണ്ടപ്പോൾ നിങ്ങൾ ചെയ്താൽ മതി, ചെയർമാൻ നിങ്ങൾ കൂടി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അവർ നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞു ബാബുവോട് പറഞ്ഞു അവിടെ പോയി നോക്കിയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ബാബു എന്നെ വിളിച്ചു, നിങ്ങൾ വരണം, എന്തായാലും വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന്. വന്ന് ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഇതാണ്. അപ്പോൾ ഞാൻ കാറ് കുറച്ച് ദൂരെ നിർത്തി ഞാൻ നടന്നിട്ട് അങ്ങോട്ട് ചെന്നു. ചെല്ലുമ്പോൾ തന്നെ ഞാനും ഇങ്ങനെ ഒക്കെ ആക്കിയിട്ടാണ് പോയത്. അപ്പോൾ പോയപ്പോൾ എൻ്റെ അടുത്തോ ഞങ്ങളടുത്ത് പറയേണ്ടത് നമുക്ക് അവിടെ ഇരുന്ന് പറയാമല്ലോ എന്ന് പറഞ്ഞു. അല്ല അതല്ല ഇവിടുന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതല്ല, അതാ സുഖം, കേൾക്കാനും സൗകര്യം. ഇപ്പോൾ നിങ്ങൾ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ലല്ലോ, അതുകൊണ്ട് അവിടെ ഇരുന്ന് പറയാമെന്ന് പറഞ്ഞു. അല്ല അത് ഇവിടുന്ന് തന്നെ പറയണോ? ഞാൻ പറഞ്ഞു അത് ഞാൻ മുന്നോട്ട് നീങ്ങിപ്പോയില്ലേ, പിന്നെ പിന്നോട്ട് ശരിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ നിങ്ങൾ വിടൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഞാൻ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് എടുക്കുമല്ലോ, നിങ്ങൾക്ക് ഞാൻ ആരാന്നറിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയി. അതുകൊണ്ട് ഞാൻ നടന്ന് അതിലൂടെ കുറച്ചൊരു ഇതുണ്ടായിരുന്നു, ബഹളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നടന്ന് ഞാനങ്ങ് പോയി. അവിടെ ഉദ്ഘാടന ചടങ്ങിലെത്തിയപ്പോൾ അവരെ ആൾക്കാർ അങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞു നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാം, ഇവിടെ കസേരയൊക്കെ ഉണ്ട്, ഇവിടെ ഇരുന്ന് സംസാരിക്കാം. അത് നിങ്ങൾ വന്നില്ല എന്നുള്ളതാണ്. അതെന്തായാലും നമുക്ക് ഇനി പരിപാടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പരിപാടിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ആദ്യം തന്നെ സ്വാഗതം പറയുന്നു അവിടുത്തെ കൗൺസിലറാണ്. കൗൺസിലർ ആകെ ടെൻഷനിലാണ് ഉള്ളത്. സ്വാഗതം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവർ ക്ഷീണമായി വീണു, പാവം. അപ്പോൾ ഞാനും ചെയർമാനും കൂടി പിടിച്ച് പൊന്തിക്കിയിട്ടാണ് ഇങ്ങോട്ട് ഇരുത്തിച്ചത്. പിന്നെ വേറൊരാൾ സ്വാഗതം പറഞ്ഞു, അധ്യക്ഷൻ ചെയർമാനും ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എൻ്റെ പ്രശ്നം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതെങ്ങനെയും പ്രശ്നം പരിഹരിക്കണം. മുനിസിപ്പാലിറ്റിയുടെയാണ് ഇത്, ഇവിടെ മുനിസിപ്പാലിറ്റിയിലാണ് ഉള്ളത്. അതുകൊണ്ട് ചെയർമാൻ തന്നെ മുൻകൈ എടുത്തിട്ട് തണലിൻ്റെയും അതുപോലെ തന്നെ ഈ ഇവിടെ ഒരു യോഗം വിളിക്കണം. ആ യോഗം വിളിച്ച് ചേർക്കുമ്പോൾ അതിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും കൂടി വിളിക്കുക, എന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറയും. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ്, അത് പറഞ്ഞ് കഴിഞ്ഞിട്ടൊന്നും അവർ നിൽക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നിട്ട് ബാക്കിയുള്ള ഒരു ആശംസയും കാര്യമെല്ലാം ആക്കി നടന്നപ്പോഴാണ് പിന്നെ ആശംസയെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ പോലീസുകാരുണ്ടായിരുന്നു അവിടെ. പിന്നെ ആരും കണ്ടില്ല. ഞാൻ അപ്പോൾ നേരെ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ASP ഇവിടെ വന്നിരുന്നു. അപ്പോൾ അവിടുന്ന് CA പറഞ്ഞ് പരാതി തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പരാതി ഞാനായിട്ട് തരുന്നില്ല, നിങ്ങൾക്ക് എടുക്കല്ലോ. അപ്പോൾ ഇവർ ASP വന്നപ്പോൾ ASP പറഞ്ഞ് ഞങ്ങൾ സൊമോട്ടോ കേസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. പിന്നിൽ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെയൊക്കെ പിന്നിൽ വേറെ എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യം അങ്ങനെ എന്തെങ്കിലും സംശയം എനിക്ക് തോന്നിയിട്ടില്ല. ഇതെന്തോ ആണെന്ന് അറിയില്ല, ആരും ഉണ്ട് ഇതിൻ്റെ പിന്നിൽ, അത് ശരിയാണ്. എന്തോ അവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ തണൽ എന്ന സ്ഥാപനത്തെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ പിന്നെ മറ്റു രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാവാനോ ഒന്നും അറിയില്ല. പക്ഷേ എൻ്റെ എതിരെ ഇത് പറയേണ്ടതുമില്ല. എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞിരുന്നു, 1.5 മാസം മുമ്പേ മറ്റു പറഞ്ഞപ്പോൾ ഞാനെന്ത് നേരെ ചെയർമാന് കത്ത് കൊടുത്തു. ചെയർമാൻ അത് അതിൻ്റെ കാര്യങ്ങൾ നടപടിക്രമങ്ങളൊക്കെ ആക്കി. PCBയുടെ ആളുകൾ വന്നു, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ആളുകൾ വന്നിരുന്നു. അവരും പരിശോധിച്ച് നോക്കി. അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരാഴ്ച മുമ്പെയാണ് ഈ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ കൗൺസിലറും അംഗനവാടിയുടെ ടീച്ചറും ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വലിയ പ്രശ്നമായിരിക്കും, അവിടെ ആളെ അയക്കില്ല എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ മുന്നേ അയക്കാതിരിക്കില്ല, ആരും ചെയ്തോളൂ, അത് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അല്ല അയക്കൂല, നിങ്ങളൊന്ന് ഇതാക്കണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അങ്ങനെ ഞാനെന്തോ എടുത്തു, തണലാണല്ലോ, തണൽ നമ്മുടെ ഇദ്രീഷ് ഡോക്ടറാണല്ലോ അതിൻ്റെ ആൾ. അപ്പോൾ അദ്ദേഹത്തൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞ് ഞാനൊന്ന് തിരുവനന്തപുരത്ത് പോവാം, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിന്ന് തിരുവനന്തപുരത്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ട്രെയിനിന് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രെയിനിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, എന്താ നോക്കട്ടെ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഇത് കിട്ടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ ചെയർമാനോട് പറഞ്ഞു എന്തായാലും ഇതിനൊരു പരിഹാരം കാണണം. പരിഹാരം കാണുന്നതിന് മുമ്പേ ഇവരുമായിട്ട് സംസാരിക്കണം. തണലും അതോടൊപ്പം തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും കൗൺസിലേഴ്സും എല്ലാം കൂടി ഇരുന്ന് സംസാരിച്ച് നമുക്ക് രൂപത്താണ്, അതുകൊണ്ട് യോഗം വിളിക്കണം. അങ്ങനെ ഞായറാഴ്ച മറ്റന്നാൾ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് 9 മണിക്ക്. ആ 9 മണിക്കുള്ള യോഗം കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ആലോചിച്ചുകൊണ്ട് അത് ഏത് വിധത്തിലായാലും ആലോചിച്ച് അവസാന തീരുമാനം ഞങ്ങൾ ഒന്ന് ആലോചിച്ചിട്ടെടുക്കും. പറയുന്ന യോഗത്തിലേക്ക് ഈ പറയുന്ന നാട്ടുകാരോട് എല്ലാവരോടും എത്താൻ വേണ്ടി ആവശ്യം അങ്ങനെ എല്ലാവരും ഇല്ല. അതിൻ്റെ അകത്തുനിന്ന് 5 ആൾ പ്രതിനിധികൾ, 5 ആൾ, അതുപോലെ തന്നെ തണലിൻ്റെ പ്രതിനിധികൾ, പിന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ പ്രതിനിധികളും,
പിന്നെ അതുപോലെ തന്നെ കൗൺസിലേഴ്സ്. ആ പ്രദേശത്തുള്ള കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞാൽ അധികവും UDFൻ്റെ കൗൺസിലേഴ്സാണ്. ഈ വിഷയത്തിനകത്തൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം തന്നെയാണ് MLA ഉദ്ദേശിച്ചത്. അതെ അത് ഞാൻ ജനങ്ങൾക്കെതിരെ നിൽക്കണം എന്നുള്ളത്. അത് മാത്രമല്ല, അങ്ങനൊരു ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊരു ലെറ്റർ തന്ന് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പിന്നെയും ബന്ധപ്പെട്ടെങ്കിൽ ഞാനതിൽ ഇടപെടും. നമുക്ക് ഇടപെടേണ്ടയില്ല. എന്താ വെച്ചാൽ ഞാനതപ്പോൾ നേരെ ചെയർമാൻ കൊടുത്തു. ചെയർമാൻ അതിൻ്റെ ഇടപെടൽ നടത്തിയിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ഇത് എന്താ ഉണ്ടായെന്നുള്ളതിനെക്കുറിച്ച് ശരിക്കറിയില്ല. എന്തായാലും ഒരു ഗൂഢാലോചന ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ വരികയാണല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത് ഇതിനെ കൊണ്ടൊന്നും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്തായാലും ഈ വിഷയത്തിനകത്ത് ഇവർക്കെതിരെ പരാതിയായിട്ടൊന്നും MLA പോയിട്ടില്ല. പക്ഷേ പോലീസ് സ്വമേധയാ കേസെടുത്തതിൽ സ്വമേധയാ കേസെടുത്തു. അതുമായി സഹകരിക്കുന്നു. സഹകരിക്കുന്നു. അതെന്തായാലും നമ്മൾ സഹകരിക്കണമല്ലോ.